ഇന്നലകൾ ഇന്ന് brought to you in association with SK Hospital. ഇന്ന് ഭാരതത്തിന്റെ മഹാഗുരു ശ്രീനാരായണ ഗുരുദേവന്റെ 172-ാം ജയന്തി ദിനം. കാലത്തിരിപ്പുറവും മനുഷ്യഹൃദയങ്ങളിൽ പ്രകാശമായി നിലനിൽക്കുന്ന ഗുരുദേവന്റെ ഓർമ്മകളിലാണ് ലോകം മുഴുവൻ. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് എന്ന മനുഷ്യസമത്വത്തിന്റെ മഹാസന്ദേശവുമായി കേരളത്തിന്റെ സാമൂഹ്യ നവോത്ഥാനത്തിന് ദിശാബോധം നൽകുകയായിരുന്നു ശ്രീനാരായണ ഗുരുദേവൻ. 1856 ഓഗസ്റ്റ് 20-ന് ചിങ്ങമാസത്തിലെ ചതയം നക്ഷത്രത്തിൽ ചെമ്പഴന്തിയിലെ വയൽവാരം വീട്ടിൽ സംസ്കൃതാധ്യാപകനും ജ്യോതിഷത്തിലും ആയുർവേദത്തിലും ഹിന്ദു പുരാണങ്ങളിലും അഗാധ പാണ്ഡിത്യവും ഉണ്ടായിരുന്ന മാടനാശാന്റെയും കുട്ടിയമ്മയുടെയും മകനായിട്ടായിരുന്നു ശ്രീനാരായണ ഗുരുദേവന്റെ ജനനം. ആത്മീയതയെ മനുഷ്യസ്നേഹത്തിന്റെയും സാമൂഹിക പുരോഗതിയുടെയും വഴിയാക്കി മാറ്റിയ മഹാത്മാവായിരുന്നു ശ്രീനാരായണ ഗുരു. ജാതീയമായ അസമത്വങ്ങളും അനാചാരങ്ങളും ശക്തമായിരുന്ന കാലത്ത് വിദ്യാഭ്യാസവും സംഘടനയും ആത്മബോധവും സമൂഹത്തിന്റെ ഉയർച്ചയ്ക്ക് അനിവാര്യമാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തി ആരാധനയുടെ അവകാശം എല്ലാവർക്കുമുള്ളതാണെന്ന സന്ദേശമാണ് ഗുരു സമൂഹത്തിന് നൽകിയത്. ക്ഷേത്രങ്ങൾക്കൊപ്പം വിദ്യാലയങ്ങളും വ്യവസായ സ്ഥാപനങ്ങളും സ്ഥാപിക്കണമെന്ന ആശയവും അദ്ദേഹം മുന്നോട്ട് വെച്ചു. മനുഷ്യനെ മനുഷ്യനായി കാണുക എന്നതായിരുന്നു ഗുരുദർശനത്തിന്റെ കാതൽ. മനുഷ്യന്റെ മഹത്വം ജാതിയിലോ മതത്തിലോ ജന്മത്തിലോ അല്ല, മറിച്ച് അവന്റെ മാനവികതയിലാണെന്ന ഗുരുസന്ദേശം വീണ്ടും ഓർമ്മിക്കുവാനുള്ള അവസരം കൂടിയാണിന്ന്. വിദ്യാഭ്യാസത്തിലൂടെ വളരുക, സംഘടനയിലൂടെ ശക്തരാകുക, ആത്മബോധത്തിലൂടെ സ്വയം ഉയരുക എന്ന ഗുരുവിന്റെ ദർശനം ഇന്നും തലമുറകളെ പ്രചോദിപ്പിക്കുന്നു. വെറുപ്പിനും വിവേചനത്തിനും പകരം സ്നേഹവും സമത്വവും, അന്ധവിശ്വാസങ്ങൾക്ക് പകരം അറിവും ചിന്തയും എന്നതായിരുന്നു ശ്രീനാരായണ ഗുരു സ്വപ്നം കണ്ട സമൂഹം. കാലം മാറിയാലും മനുഷ്യന്റെ അടിസ്ഥാന മൂല്യങ്ങൾക്ക് മാറ്റമില്ല. അതുകൊണ്ട് തന്നെ ഗുരുവിന്റെ സന്ദേശങ്ങൾക്ക് ഇന്നും പ്രസക്തിയേറെയാണ്. മനുഷ്യനെ മനുഷ്യനായി ഉയർത്തിയ മഹാഗുരുവിന്റെ സ്മരണയിൽ അറിവിന്റെയും സമത്വത്തിന്റെയും സാഹോദര്യത്തിന്റെയും പാതയിൽ നമുക്ക് മുന്നേറാം. ഗുരുവിന്റെ ഭൗതിക സാന്നിധ്യം അവസാനിച്ചെങ്കിലും അദ്ദേഹത്തിന്റെ ആശയങ്ങൾ ഇന്നും പ്രചോദനമാണ്. 1928 സെപ്റ്റംബർ 20-ന് മലയാള മാസം കന്നി 5-ന് ആ മഹാഗുരു സമാധിയായി. ശ്രീനാരായണ ഗുരുദേവന്റെ ഓർമ്മകൾക്ക് മുൻപിൽ ശതകോടി പ്രണാമം. ഇന്നലകൾ ഇന്ന് brought to you in association with SK Hospital.